ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഒരു ബ്രക്കോളി മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ബ്രക്കോളി ഞാനൊരു 250 ഗ്രാം ബ്രക്കോളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തണ്ടെല്ലാം കളഞ്ഞാൽ ഒരു 200 ഗ്രാമോളം കിട്ടും. ഇപ്പോൾ ഞാൻ എല്ലാം ബ്രക്കോളി എല്ലാം ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു 5 മിനിറ്റ് ഒരു ഉപ്പ് വെള്ളത്തിൽ ഇട്ടിട്ട് കുറച്ച് നേരം വെച്ചിട്ടാണ് ഞാനിത് കഴുകി എടുത്തിട്ടുള്ളത്. എന്തെങ്കിലും കീടങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാം പോയിക്കോളും. ഇനി ഇത് കുക്ക് ചെയ്യാം. കടായി ചൂടായതിനു ശേഷം അതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു 1.5 ഇഞ്ച് സൈസിൽ ഇഞ്ചി ഒന്ന് ചോപ്പ് ചെയ്തത് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ വന്നതിന് ശേഷം അതിലോട്ട് 1 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് കൂടെ ഇട്ട് കൊടുക്കുക. ചതച്ച മുളകാണ് ഇത്. അതും ഇട്ടിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലോട്ട് ഒരു സബോള വലുതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തതാണ്. അതൊന്ന് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കാം. ഇനി ഒരു 4 മിനിറ്റ് ഒന്നൊന്ന് അടച്ചു വെക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് അടച്ചു വെക്കാൻ. 4 മിനിറ്റിന് ശേഷം ഇത് തുറന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടി. ആ ടൈമിൽ ഇതിലോട്ട് ബ്രക്കോളി കട്ട് ചെയ്തത് അതുകൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അതൊന്ന് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് ചതച്ചത് അതുകൂടെ ഒന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ ടൈമിൽ ഉപ്പും ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് എല്ലാം കൂട്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെള്ളമൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇനി ഒന്ന് അടച്ചു വെക്കാം. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒരു 7-8 മിനിറ്റ് ഒന്നൊന്ന് ഇത് ബ്രക്കോളി എല്ലാം ഒന്ന് വെന്ത് വരുവാൻ. ഇപ്പോൾ ബ്രക്കോളി എല്ലാം നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഇപ്പോൾ കിട്ടി. കൂടുതൽ ഇതാവേണ്ട ഉടയേണ്ട ആവശ്യമില്ല ബ്രക്കോളി. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എല്ലാം പോവും. ഇപ്പോൾ പാകത്തിനായി. ഇനി അത് 4 സൈഡിലോട്ട് ഒന്ന് മാറ്റാം. ഇനി ഇതിൻ്റെ സെൻറ്ററിലോട്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഞാൻ ഇപ്പോൾ 2 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു പിഞ്ച് ഉപ്പ് കൂടെ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടാണ്. ഇനി ഇതിൻ്റെ സെൻറ്ററിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് പെട്ടെന്ന് ഇപ്പോൾ ഇളക്കേണ്ട ആവശ്യമില്ല. ഒരു സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. മുട്ട ഒന്ന് ഒരിത്തിരി കട്ട മാതിരി വന്നതിന് ശേഷം എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി അതിലോട്ട് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടെ അതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഉപ്പുണ്ടോയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പം ബ്രക്കോളി മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായി. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ബ്രക്കോളി മെഴുക്ക് പുരട്ടി റെഡിയായി കിട്ടി. എല്ലാവരും ഇതുപോലെ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കി എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.